സൈനിക മേധാവി അസീം മുനീർ ട്രംപിനെ പറ്റിച്ചു, എണ്ണയുണ്ടെന്ന് തെറ്റിദ്ധരിപ്പിച്ചെന്നും കാണിച്ചുകൊണ്ടിപ്പോൾ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് കത്തെഴുതിയിരിക്കുകയാണ് ബലൂച്ച് നേതാവായ മീറിയാർ ബലൂച്ച്. പാകിസ്ഥാനിൽ എണ്ണയുണ്ടെന്ന് പറഞ്ഞ അസീം മുനീർ ട്രംപിനെ കൊടും വഞ്ചനയാണ് കാണിക്കുന്നത്. എണ്ണയുടെ ശേഖരമുള്ളത് പാകിസ്ഥാനിലല്ല, ബലൂചിസ്ഥാനിലാണ് എന്നും ബലൂച്ച് നേതാവ് വ്യക്തമാക്കി. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ ട്രംപിന് കത്തെഴുതിയിരിക്കുന്നത്. ഈ മേഖലയിലെ എണ്ണ ധാതു ശേഖരത്തെക്കുറിച്ച് ട്രംപിന് പൂർണ്ണമായും തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ് എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ജനറൽ അസീം മുനീർ ഭൂമിശാസ്ത്രത്തെക്കുറിച്ച് തെറ്റായ വിവരങ്ങൾ നൽകിയിട്ടുണ്ട്. ഈ പ്രദേശം പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിൽ അവിടെ മാത്രമല്ല, ചരിത്രപരമായി ഒരു പരമാധികാര രാഷ്ട്രമായിരുന്ന ബലൂചിസ്ഥാൻ റിപ്പബ്ലിക്കിന്റെ ഭാഗമാണ്. ഈ പ്രദേശം വിൽപ്പനയ്ക്കുള്ളതല്ല എന്നും അതിന്റെ വിഭവങ്ങൾ പാകിസ്ഥാനോ ചൈനയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യമോ ചൂഷണം ചെയ്യുന്നത് അംഗീകരിക്കാനാകില്ല എന്നാണ് ബലൂച്ച് നേതാവായ മീറിയാർ ബലൂച്ച് കത്തിലൂടെ വ്യക്തമാക്കുന്നത്. അടുത്തിടെയാണ് ട്രംപ് പാകിസ്ഥാനുമായി ചേർന്നുകൊണ്ട് എണ്ണക്കരാർ പ്രഖ്യാപിച്ചത്. ഭാവിയിൽ ഇന്ത്യ പാകിസ്ഥാനിൽ നിന്ന് എണ്ണ വാങ്ങുമെന്ന് പോലും ട്രംപ് പറഞ്ഞിരുന്നു. അമേരിക്കയുടെ ഈ കരാർ ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാനുള്ള തന്ത്രപ്രധാനമായ അല്ലെങ്കിൽ അത്തരമൊരു തന്ത്രമായിരിക്കാമെന്ന സൂചനകളാണ് പുറത്തു വന്നത്. അതിന് പിന്നാലെയാണ് ബലൂച്ച് നേതാക്കൾ ഈ കരാറിനെതിരെ പരസ്യമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നതും. അതേസമയം ഏതാനും വർഷങ്ങളായി കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് ഇപ്പോൾ പാകിസ്ഥാൻ കടന്നു പോകുന്നത്. രാജ്യത്തിന്റെ ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ കഴിയാത്ത പാകിസ്ഥാൻ എണ്ണ വ്യാപാരത്തിൽ അമേരിക്കയുമായി കരാറിൽ ഏർപ്പെടാനുള്ള ധൈര്യം എന്താണ് എന്ന് അത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് ഉയരുന്നത്. കൂടാതെ തന്നെ ട്രംപ് പറഞ്ഞ ഭീമൻ എണ്ണശേഖരം കള്ളമോ നാടകമോ എന്ന ചോദ്യങ്ങളും സജീവമായി തന്നെ ഉയരുന്നതിനിടയിലാണ് ബലൂച്ച് നേതാവായ മീറിയാർ ബലൂച്ച് ഇത്തരത്തിലൊരു പ്രസ്താവനയുമായി രംഗത്ത് വരുന്നത്. കൂടാതെ തന്നെ പാകിസ്ഥാനിൽ പ്രവർത്തനക്ഷമതമായതോ ഖനനം ചെയ്യാൻ കഴിയാത്തതോ ആയ എണ്ണശേഖരമില്ല എന്ന കണക്കുകളും പഠനങ്ങളും പറയുന്നുണ്ട്. അതുപോലെ ഗോൾഡോമീറ്റർ, US ഏജൻസി, ഇൻഫർമേഷൻ അഡ്മിനിസ്ട്രേഷൻ എന്നിവയുടെ 2016 കണക്കനുസരിച്ച് രാജ്യത്തെ തെളിയിക്കപ്പെട്ട എണ്ണശേഖരം 353.5 ദശലക്ഷം ബാരലാണ്. ലോകത്ത് 52ാം സ്ഥാനത്താണ് പാകിസ്ഥാന്റെ എണ്ണശേഖരമുള്ളത്. ആഗോള എണ്ണശേഖരത്തിന്റെ 0.021% മാത്രമാണിത്. ഇത് രാജ്യത്തിന്റെ 2 വർഷത്തെ ആവശ്യങ്ങൾക്ക് പോലും തികയുന്നതല്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യയെ മനഃപൂർവ്വം ചൊറിയാൻ വേണ്ടിയാകാം പാകിസ്ഥാന്റെ തുറുപ്പുചീട്ടായി അല്ലെങ്കിൽ ഇത്തരമൊരു രീതിയിലേക്ക് എണ്ണശേഖരമുണ്ട് എന്ന രീതിയിൽ ട്രംപിനെ വിശ്വസിപ്പിച്ചിരിക്കുന്നത് എന്നതാണ് വിലയിരുത്തലുകൾ പുറത്തു വരുന്നത്. അതേസമയം പാകിസ്ഥാന്റെ ഏറ്റവും വലിയ ഇറക്കുമതി ഉൽപ്പന്നം എണ്ണയാണ്. 2025 ജൂൺ 30 അവസാനിപ്പിക്കുന്ന സാമ്പത്തിക വർഷത്തിൽ ഇറക്കുമതിയിലൂടെ മൂല്യം $11.3 ബില്യൺ ആണ്. ഇത് രാജ്യത്തിന്റെ മൊത്തം ഇറക്കുമതിയുടെ ഏകദേശം 1/5. ഇറക്കുമതിക്ക് പുറമെ തന്നെ വൻതോതിൽ കള്ളക്കടത്ത് എണ്ണയും ഇറാനിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് ഒഴുകുകയാണ് ചെയ്തിരിക്കുന്നത്. പാകിസ്ഥാൻ മിലിറ്ററി ഇന്റലിജൻസ് 2024 റിപ്പോർട്ടിനെ ഉദ്ധരിച്ചുകൊണ്ട് ഇറാൻ ഇന്റർനാഷണൽ റിപ്പോർട്ട് ചെയ്തത് 2023 ഏകദേശം $1.02 ബില്യൺ വിലമതിക്കുന്ന ഇറാനിയൻ പെട്രോളും ഡീസലും നിയമവിരുദ്ധമായി തന്നെ പാകിസ്ഥാനിലേക്ക് കടത്തിയിട്ടുണ്ട് എന്നതാണ്. ഇറാനിൽ നിന്നുള്ള ഈ കള്ളക്കടത്ത് എണ്ണ പാകിസ്ഥാന്റെ വാർഷിക ഇന്ധന ഉപഭോഗത്തിന്റെ ഏകദേശം 14% വരുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എല്ലാ ദിവസവും ഏകദേശം 2000 വാഹനങ്ങൾ വഴി 5 മുതൽ 6 ദശലക്ഷം ലിറ്റർ ഇന്ധനമാണ് പാകിസ്ഥാനിലേക്ക് കടത്തുന്നത്. ദി വോയിസ് ഓഫ് അമേരിക്കയുടെ റിപ്പോർട്ട് പ്രകാരം ബലൂചിസ്ഥാനിലെ ഏകദേശം 24 ലക്ഷം ആളുകൾ ഉപജീവനത്തിനായി തന്നെ ഈ നിയമവിരുദ്ധ വ്യാപാരം അല്ലെങ്കിൽ ഇത്തരത്തിലൊരു വ്യാപാരം ആശ്രയിക്കുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഇതിനെല്ലാം പിന്നാലെയാണ് പാകിസ്ഥാനിലല്ല എണ്ണശേഖരം, മറിച്ച് ബലൂചിസ്ഥാനിലാണ് തങ്ങളുടെ എണ്ണശേഖരം ഉള്ളതെന്നിപ്പോൾ ബലൂച്ച് നേതാവായ മീറിയാർ ബലൂച്ച് തന്നെ വ്യക്തമാക്കിക്കൊണ്ട് ഡൊണാൾഡ് ട്രംപിന് കത്തെഴുതിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.